സർക്കാർ ഉദ്യോഗം കിട്ടാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ. ഇന്ന് ഏവരുടെയും സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി. ഇന്നത്തെ സമൂഹത്തിൽ സർക്കാർ ജോലിക്കാർ എന്ന് പറയുന്നത് പണ്ടത്തെ വരേണ്യ വർഗത്തിന് തുല്യമാണ്. ജ്യോതിശാസ്ത്രപ്രകാരം സർക്കാരിനെ സൂചിപ്പിക്കുന്നത് സൂര്യഗ്രഹമാണ്. ജാതകപ്രകാരം സൂര്യൻ്റെ സ്ഥിതി 10-ലോ 11-ലോ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ജാതകന് സർക്കാർ ജോലി ലഭിക്കുന്നു. നമ്മളിവിടെ പറയാൻ പോകുന്നത് പൊതുവായ നക്ഷത്ര ഫലം പ്രകാരം ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളതെന്നാണ്. പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, കാർത്തിക, രോഹിണി, മകയിരം എന്നിവരാണ് ആ നക്ഷത്രക്കാർ. ഇതിൽ പൂയം, പുണർദം, ആയില്യം ഇവർക്ക് 10ാം സ്ഥാനം സൂര്യൻ്റെ ഉച്ചക്ഷേത്രമായ മേടമായി വരുന്നത് കൊണ്ടാണ് സർക്കാർ ജോലി ലഭിക്കുന്നത്. മകം, പൂരംകാരുടെ ലഗ്നാധിപ ഗ്രഹം സൂര്യനാണ്. അതുകൊണ്ട് അവർക്കും സർക്കാർ ജോലിയിൽ ഇരിക്കാൻ അവകാശമുണ്ട്. പിന്നെ ചിത്തിര, ചോതി ഇവരുടെ 11ാം ഭാവാധിപൻ സൂര്യനാണ്. അതായത് എന്തെങ്കിലും ഒരു ലാഭം സൂര്യനിൽ നിന്നും ലഭിക്കുക. അപ്പോൾ അത് സർക്കാർ ജോലിയാവാൻ വിശേഷിച്ചും സാധ്യത കൂടുതലാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട ഇവരുടെ 10ാം ഭാവാധിപൻ തന്നെ സൂര്യനാണ്. തീർച്ചയായിട്ടും ജോലിക്ക് ശ്രമിച്ചാൽ ലഭിക്കും. കാർത്തിക, രോഹിണി, മകയിരംകാർക്ക് ഈ സർക്കാർ ജോലി പറയാൻ കാരണം അവരുടെ 4ാം ഭാവാധിപൻ സൂര്യനാണ്. അപ്പോൾ ഇരുന്ന് ചെയ്യുന്ന ജോലി എന്ന നിലയിലും സർക്കാർ ജോലിക്ക് അവർക്ക് സാധ്യത കൂടുതലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.